നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ വലിയ ചലനമാണ് പത്മജ വേണുഗോപാലിൻ്റെ പാർട്ടി മാറ്റം സൃഷ്ടിച്ചിരിക്കുന്നത്. അവർ ഇന്ന് വൈകുന്നേരത്തോടുകൂടി BJP കേന്ദ്ര നേതാക്കളിൽ നിന്നും അംഗത്വം സ്വീകരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പത്മജ വേണുഗോപാലിൻ്റെ സഹോദരനും കോൺഗ്രസിൻ്റെ നേതാവും MP-യുമൊക്കെയായ K. മുരളീധരൻ പറഞ്ഞത് ഇതൊരു വലിയ ചതിയാണ് എന്നാണ്. ഈ ചതി ഒരുപക്ഷെ കോൺഗ്രസ് നേതാവ് മുരളീധരനും ചെയ്തിട്ടുണ്ട് എന്നത് അദ്ദേഹം മറന്നുപോയോ എന്നറിയില്ല. കോൺഗ്രസ് വിട്ട് അദ്ദേഹം പുറത്തു പോയിട്ടുണ്ട്. ആ സമയത്ത് ഇതൊരു ചതിയാണ് എന്ന് മുരളീധരന് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും സ്വന്തം സഹോദരിയായ പത്മജയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് K. മുരളീധരൻ. ഇനി പത്മജയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഇക്കാര്യം വളരെ വിശദമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് പത്മജ വേണുഗോപാൽ കാട്ടിയതൊരു ചതിയാണ്. പത്മജയ്ക്ക് കൊടുക്കേണ്ടതെല്ലാം പാർട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പത്മജ വേണുഗോപാൽ ചതിച്ചു എന്ന ഒരു പ്രയോഗമാണ് രമേശ് ചെന്നിത്തലയും നടത്തിയിട്ടുള്ളത്. അതിനിടയിൽ കോൺഗ്രസിൻ്റെ മറ്റൊരു വനിതാ നേതാവായ ബിന്ദു കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതായത് EDയെ ഭയന്നിട്ടാണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയത് എന്നായിരുന്നു. പത്മജ വേണുഗോപാലിൻ്റെ ഭർത്താവിനെതിരെ ED ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തെ ഭയന്നുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ BJP-യിലേക്ക് പോയത് എന്നാണ് ബിന്ദു കൃഷ്ണയുടെ പരാമർശം. എന്നാൽ ഈ പരാമർശം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനോട് സൂചിപ്പിച്ചപ്പോൾ വായടപ്പിക്കുന്ന മറുപടിയാണ് K. സുരേന്ദ്രൻ നൽകിയത്. അതായത് അങ്ങനെ പറയുന്നവർ അല്ലെങ്കിൽ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവർ BJP-യുമായി മുമ്പ് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന കാര്യം മറക്കരുത്. എൻ്റെ മാന്യത കൊണ്ട് മാത്രമാണ് കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്, പറയിപ്പിച്ചാൽ ഇനിയും പറയേണ്ടി വരും എന്ന കൃത്യമായ വായടപ്പിക്കുന്ന മറുപടി തന്നെയായിരുന്നു BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ബിന്ദു കൃഷ്ണയ്ക്ക് നൽകിയത്. അതായത് ബിന്ദു കൃഷ്ണയും മുൻകാലങ്ങളിൽ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സുരേന്ദ്രൻ നൽകിയിട്ടുള്ളത്. ആ വെളിപ്പെടുത്തലിനെതിരെ ബിന്ദു കൃഷ്ണ പ്രതികരിച്ചിട്ടില്ല. ഏതാണ്ട് വായടച്ച മട്ടിലാണ് ബിന്ദു കൃഷ്ണ. ഇത്തരത്തിൽ ധാരാളം നേതാക്കൾ കോൺഗ്രസിൽ ഉണ്ട് എന്നും അവരെല്ലാം BJP-യുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ചർച്ച നടത്തി ഇനിയും ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് എന്നും സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തന്നെയാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ആകെയുള്ള 50 സീറ്റുകളിൽ ലോക്സഭയിൽ ആകെ 50 സീറ്റുകൾ മാത്രമേ കോൺഗ്രസിനുള്ളൂ. ഈ 50 സീറ്റുകളിൽ 19 എണ്ണവും കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ BJP ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധ അടുത്ത കേരളത്തിലേക്കായിരിക്കുമെന്ന് പലരും പറഞ്ഞതാണ്. പക്ഷേ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം അത് അവഗണിച്ചു. അതായത് സംസ്ഥാനത്ത് BJP-ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും സംസ്ഥാനത്ത് തങ്ങളാണ് പ്രബല ശക്തിയെന്നും അവർ വിശ്വസിച്ചു. പക്ഷേ നേതാക്കന്മാരും പ്രബലരായ നേതാക്കന്മാരുടെ മക്കളുമെല്ലാം പാർട്ടി വിട്ടുപോകുന്നത് അവർ കണ്ടില്ല. പാർട്ടി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പരസ്പരം തെറി വിളിക്കുകയും മൈക്കിന് വേണ്ടി കടിപിടി കൂടുകയും ചെയ്തുകൊണ്ടിരുന്നു. സ്വന്തം കാലിനടിയിലെ മണ്ണ് ഇങ്ങനെ ഒലിച്ചു പോകുന്നത് കോൺഗ്രസ് അറിഞ്ഞതേയില്ല. ഏറ്റവും ഒടുവിൽ ഇതാ പത്മജ വേണുഗോപാൽ പോകുമ്പോൾ ഇങ്ങനെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. പത്മജയ്ക്ക് പിന്നാലെ ഇനിയും നേതാക്കൾ വരും എന്ന് തന്നെയാണ് K. സുരേന്ദ്രൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നേതാക്കളെ വലവീശി പിടിക്കുന്നു എന്ന ആരോപണവുമായി വന്ന ബിന്ദു കൃഷ്ണയ്ക്കും ഇപ്പോൾ കൃത്യമായ മറുപടി BJP സംസ്ഥാന നേതൃത്വം നൽകിക്കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.